So next we are going to discuss about normalization. നോർമലൈസേഷൻ ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിനകത്ത് എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അൺഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക, റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡീകമ്പോസ് ദ ടേബിൾ ഇൻ ടു മൾട്ടിപ്പിൾ ടേബിൾസ്. ഒരു ടേബിളിനെ കുറേ ടേബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഐ മീൻ ഡീകമ്പോസ് ചെയ്യുക. അതാണ് നോർമലൈസേഷൻ. നോർമലൈസേഷനിൽ 4 ഫോം ഉണ്ട് ആക്ച്വലി. 1NF, അതായത് ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, വോയിസ് കോഡഡ് നോർമൽ ഫോം, ഫോർത്ത് വൺ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് database normalization. Normalization is the technique of organizing the data in the database. അങ്ങനെ അത് നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡീകമ്പോസിങ് ദ ടേബിൾ ഇൻ ടു മൾട്ടിപ്പിൾ ടേബിൾസ്. ഓക്കെ, എന്തിനാ ഡീകമ്പോസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേറ്റ് ദ ഡേറ്റ റിഡൻഡൻസി. എന്തെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതേപോലെ വി ക്യാൻ അവോയ്ഡ് ദ അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഇൻസേർഷൻ, അപ്ഡേഷൻ ആൻഡ് ഡിലീഷൻ, അനോമലീസ്. അപ്പൊ ഈ അനോമലീസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നോർമലൈസേഷൻ. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന ടേബിളിനെ മൾട്ടിപ്പിൾ ഡിഫറെന്റ് ടേബിൾസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാം. ഓക്കെ, സോ അതിൽ ആദ്യം വരുന്നത് ഫസ്റ്റ് നോർമൽ ഫോം അല്ലെങ്കിൽ 1NF എന്ന് പറയും. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി 1NFന്റെ റൂൾസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സിംഗിൾ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ അറ്റോമിക് ആയിരിക്കണം. അതായത് ഒരു സെല്ലിൽ ഒരു വാല്യൂ പാടുള്ളൂ. ഓക്കെ, പിന്നെ എല്ലാവരുടെയും ഡേറ്റ ടൈപ്പ് സെയിം ആയിരിക്കണം. അതായത് ഇപ്പൊ ഇന്റീജർ ആണ് ഒരു കോളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എല്ലാ ആ കോളത്തിലുള്ള എല്ലാ വാല്യൂസും ഇന്റീജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. പിന്നെ അവരുടെ നെയിം എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. അതായത് ഒരു കോളം എഴുതി കഴിഞ്ഞാൽ ആ കോളത്തിൽ തന്നെ കുറെ നെയിംസ് റിപ്പീറ്റഡ് ആയിട്ട് വരരുത്. ഓക്കെ, ദെൻ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാം. അതിന് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഡിഫറെന്റ് റൂൾസ് ഓഫ് ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിംഗിൾ സെല്ലിൽ 2 വാല്യൂ വരുന്നുണ്ട്. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് 1NF. ഓക്കെ, അപ്പൊ OS ആൻഡ് CN എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 എണ്ണം ഒരു സിംഗിൾ സെല്ലിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡീകമ്പോസ് ദാറ്റ് പെർട്ടിക്കുലർ സെൽ. ആ സെല്ലിനെ നമ്മൾ എന്താക്കി, OS എന്ന് പറയുന്നത് ഫസ്റ്റ് റോലും CN എന്ന് പറയുന്നത് സെക്കൻഡ് റോലും. ബാക്കി ഇതെല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരും. എന്നാലും ഒരു സെല്ലിൽ മൾട്ടിപ്പിൾ വാല്യൂസ് വരാൻ പാടില്ല. ഇതാണ് 1NF. 1NF കുറച്ചുകൂടി ഈസിയാണ്. 1NF എന്താണെന്ന് ജസ്റ്റ് തിയററ്റിക്കലി ചോദിക്കുള്ളൂ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാത്രേ ഉള്ളൂ. ഓക്കെ, നൗ വി ഹാവ് ടു കൺസിഡർ 2NF ആൻഡ് 3NF. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ consider a relation R and different attributes are there, A, B, C, D, E, F, G, H, and the set of functional dependencies are given. Then what is the key of R? Then decompose R into 2NF and 3NF. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരിക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇതിന്റെ കീ കണ്ടുപിടിക്കണം. കീ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി കുറെ തവണ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതില് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് ആരൊക്കെയാണെന്ന് ആദ്യം ജസ്റ്റ് നോക്കുക. എ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമേ ഉള്ളൂ, വേറെ റൈറ്റിൽ എവിടെയും എ വരുന്നില്ല. ഓക്കെ, അതായത് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിന്റെ ആരോ മാർക്കിന്റെ ലെഫ്റ്റിൽ മാത്രമാണ് എ വരുന്നത്. ഓക്കെ, അതുപോലെ ഡി എടുത്തു കഴിഞ്ഞാൽ ഡി റൈറ്റിൽ വരുന്നുണ്ട്, ഇ റൈറ്റിൽ വരുന്നുണ്ട്, ബി വരുമ്പോ ബി ലെഫ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ സി റൈറ്റിൽ വരുന്നുണ്ട്, എഫ് റൈറ്റിൽ വരുന്നുണ്ട്, ജി, എച്ച് എല്ലാം റൈറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എയും ബിയും മാത്രമാണ് ലെഫ്റ്റ് വരുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ബി ക്ലോഷർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. എ ബിന്റെ ക്ലോഷറിൽ ആരൊക്കെ വരും? എ എന്തായാലും വരും, ബി വരും. ദെൻ എ ബി ഡിറൈവ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാം. അതുപോലെ എ മാത്രം ഡിറൈവ് ചെയ്യുന്നുണ്ടോ നോക്കാം, ബി മാത്രം ഡിറൈവ് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ എ മാത്രം ഡിറൈവ് ചെയ്യുന്ന ആരാണ്? ഡി ആൻഡ് ഇ. അപ്പൊ ഡി ഇൻക്ലൂഡ് ചെയ്യാം, ഇ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ ബി ഡിറൈവ് ചെയ്യുന്നതാണ് എഫ്, അപ്പൊ എഫിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി എ ബി ഡിറൈവ് ചെയ്യുന്ന സി ഉണ്ട്, അപ്പൊ സി ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ സി ഡിറൈവ്സ് ജി എച്ച് ഉണ്ട്, സോ ജിയും എച്ചും ഇൻക്ലൂഡ് ചെയ്യാം. സോ എ ബിന്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡിറ്റർമിൻ ഓൾ അതർ ആട്രിബ്യൂട്ട്സ് ഇൻ ദ പെർട്ടിക്കുലർ റിലേഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് എ ബി ഇസ് ദ കീ. ഓക്കെ, അപ്പൊ കീ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. നൗ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദിസ് റിലേഷൻ, അതായത് നമുക്ക് ഓൾറെഡി ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? അതായത് നമുക്ക് ഇപ്പൊ ആകെ ഒരു ടേബിളേ ഉള്ളൂ. ആ ടേബിളിന്റെ നെയിം എന്ന് പറയുന്നത് ആറാണ്. ആ ടേബിളിൽ ഏതൊക്കെ കോളംസ് ഉണ്ട്, അതായത് നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. നമുക്കിപ്പോ തന്ന റിലേഷൻ എന്ന് പറയുന്ന ഒരു ടേബിൾ ആണ്. ആ ടേബിളിന്റെ നെയിം എന്ന് പറയുന്നത് ആറാണ്. ഇതിൽ ഏതൊക്കെ കോളംസ് ഉണ്ട് നോക്കാം. അപ്പൊ കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? എ എന്ന് പറയുന്ന ഒരു കോളാണ്, ബി എന്ന് പറയുന്ന ഒരു കോളാണ്, സി ഇസ് എ കോളം, ഡി എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, ഇ, എഫ്, ജി ആൻഡ് എച്ച്. ഇത്രയും കോളംസ് ഉണ്ട്. അതാണ് ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് 2NF ലാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2NFന്റെ കണ്ടീഷൻ എന്താണെന്ന് ആദ്യം അറിയണം. 2NF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the table should not contain any type of partial dependency.
പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്താണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ റിലേഷണൽ സ്കീമയുടെ അതായത് ഈ ടേബിളിന്റെ കീ എന്ന് പറയുന്നത് ആരാണ്? എ ബി ആണ്. ഓക്കെ, അപ്പൊ ഈ ടേബിളിൽ എയും ബിയും കൂടി ഡിറൈവ് ചെയ്യുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, എ മാത്രം ഡിറൈവ് ചെയ്യുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ കൺസിഡർ ചെയ്ത് ഏതൊക്കെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് വരുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്? എ മാത്രം ഡിറൈവ് ചെയ്യുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? എ ബി ആണ് നമ്മുടെ കീ ഓഫ് ദ ടേബിൾ. അപ്പൊ എ ബി മാത്രമേ ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതൊരു വയലേഷൻ ആണ്. എ ഡിറൈവ്സ് ഡി എന്ന് പറയുന്നത് ഒരു വയലേഷൻ ആണ്. കാരണം എ മാത്രമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബി മാത്രം ഡിറൈവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാലും വയലേഷൻ ആണ്. പക്ഷെ ഇതിൽ എ ബി ഡിറൈവ് ചെയ്യാം, പ്രശ്നമില്ല. അതുപോലെ സി എന്ന് പറയുന്നത് കീ അല്ല. അപ്പൊ സിക്ക് എങ്ങനെ വേണമെങ്കിലും ഡിറൈവ് ചെയ്യാം. ജിയും കീ അല്ല, ജിക്കും ഡിറൈവ് ചെയ്യാം. അപ്പൊ ഇതില് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അതായത് ആസ് പെർ ദിസ് കണ്ടീഷൻ ഈ ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എ ഡിറൈവ്സ് ഡി എന്ന് പറയുന്നതും ബി ഡിറൈവ്സ് എഫ് എന്ന് പറയുന്നതും പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതായത് എ ബി എന്ന് പറയുന്നതാണ് ഈ ടേബിളിന്റെ കീ. അപ്പൊ എ ബി മാത്രമേ ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എ മാത്രം ഡിറൈവ് ചെയ്താൽ എയും ബിയും കൂടി ഡിറൈവ് ചെയ്യേണ്ട സ്ഥലത്ത് എ മാത്രം ഡിറൈവ് ചെയ്യാൻ പാടില്ല. അതുപോലെ എയും ബിയും ഡിറൈവ് ചെയ്യേണ്ട സ്ഥലത്ത് ബി മാത്രം ഡിറൈവ് ചെയ്യാൻ പാടില്ല. ഇതിന് പ്രശ്നമില്ല, കാരണം ഇത് ഓൾറെഡി എ ബി ആണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പിന്നെ എ ബി അല്ലാത്ത ആൾക്കാർ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേ വേണ്ട. അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇതിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് 2NF അല്ല. നമ്മൾ ഈ ടേബിളിനെ ഡീകമ്പോസ് ചെയ്ത് 2NF ആക്കണം. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാ 2NF ആക്കണേ നോക്കാം. സോ 2NF ആക്കുമ്പോൾ യു ജസ്റ്റ് കൺസിഡർ, ഇപ്പൊ നമ്മളൊരു റിലേഷണൽ R1 എന്ന് പറയുന്ന ഒരു ടേബിൾ എടുക്കുകയാണ്. ഈ R എന്ന് പറയുന്ന ടേബിളിനെ ഡിഫറെന്റ് ടേബിൾസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ എ ബി സി എന്ന് പറയുന്നത് ആ ടേബിളിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഏതൊക്കെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി അത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അതിൽ എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. അപ്പൊ എയും ബിയും സിയും മാത്രം വരുന്ന ഇക്വേഷൻ ഏതാ? ഐ മീൻ ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എ ബി ഡിറൈവ് സി ആണ്. ഓക്കെ, ബാക്കിയുള്ളതിലൊന്നും എ ബി സി വരുന്നില്ല. അപ്പൊ സി ജി എച്ച് ഉണ്ടെങ്കിൽ ഇത് കിട്ടുള്ളൂ, ജി എം എച്ച് ഉണ്ടെങ്കിൽ ഇത് കിട്ടുള്ളൂ, ഡി ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുള്ളൂ, എഫ് ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് എ ബി സി കൺസിഡർ ചെയ്യാം. സോ യു ക്യാൻ ഡിറൈവ് എ ബി ഡിറൈവ്സ് സി എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എടുത്ത ടേബിൾ എന്ന് പറയുന്നത് R1. അതിനകത്ത് ആരൊക്കെ ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എ ബി ഡിറൈവ് സി. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് ബാക്കിയുള്ളവരെ വെച്ചിട്ട് എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ എയും ഡിയും ഇയും വെച്ചിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ യു ക്യാൻ റൈറ്റ് R2 എ ഡി ഇ. ഓക്കെ, അപ്പൊ അതിൽ ബി എഫ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എയും ബിയും കൂടി ഒരു ടേബിളിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് കീ? എ ബി ആണ്. അപ്പൊ പിന്നെ എ ബിക്ക് മാത്രമേ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ബിക്ക് മാത്രമായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ ടേബിളിൽ എയും ഡിയും മാത്രമേ ഉള്ളൂ, ഡിയും ഇയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിനെ ക്രിയേറ്റ് ചെയ്യാം? എ ഡിറൈവ്സ് ഡിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതിൽ എ ആണ് കീ വരുന്നത്, എ ഡിറൈവ് ചെയ്യുന്ന ഡി ആണ് ഇതിൽ കിടക്കുന്നത്. പാർഷ്യൽ ഡിപ്പെൻഡൻസി ഒന്നുമില്ല. ഓക്കെ, ഇനി അപ്പൊ ഇതും കംപ്ലീറ്റഡ് ആയി. നൗ വി ഹാവ് ബി എഫ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് R3. അതിൽ ബിയും എഫും മാത്രം. ഓക്കെ, ബിയും എഫും മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിനെ കവർ ചെയ്യാം? ബി ഡിറൈവ്സ് എഫിനെ കവർ ചെയ്യാം. അപ്പൊ ബി ആണ് ഇതിലെ കീ എന്ന് പറയുന്നത്. പാർഷ്യൽ ഡിപ്പെൻഡൻസി ഒന്നുമില്ല. ഓക്കെ, ഇനി R4 എന്ന് പറയുന്ന ഒരു കോൾ എടുത്തു, അല്ലെങ്കിൽ ഒരു ടേബിൾ എടുത്തു. അപ്പൊ അതിൽ നമുക്ക് വേണമെങ്കിൽ ആരെയൊക്കെ ആഡ് ചെയ്യാം? സീനെയും സി ഡിറൈവ്സ് ജി എച്ച് ഇത് ഇങ്ങനെ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാം. അതായത് ബിയും സിയും വരണ പോലെ എഴുതണമെങ്കിൽ എഴുതാം. അതായത് R3ക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തിനും കൂടി ആഡ് ചെയ്യാം? സി ജി എച്ച് ജി സി ജി എച്ചിനെ ആഡ് ചെയ്യാം. ഓക്കെ, സി ജി എച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് ബിയും എയും കൂടി കമ്പൈൻ ചെയ്ത് വന്നാലാണ് കീ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതില് ബി ഡിറൈവ്സ് എഫ് സിനി നമുക്ക് കിട്ടും, ബി ഡിറൈവ്സ് എഫ് സി കിട്ടും, അതുപോലെ സി ഡിറൈവ്സ് ജി എച്ച് കിട്ടും, അതുപോലെ ജി ഡിറൈവ്സ് എച്ച് കിട്ടും. ഇതില് വേറെ ഫംഗ്ഷൻ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, എയും ബിയും കമ്പൈൻ ചെയ്ത് വരുന്ന ഏതെങ്കിലും ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ എ ബി മാത്രമേ ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഇവിടെ പ്രശ്നമില്ല. എ ബി ഡിറൈവ് സി ആണ് വരുന്നത്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഡീകമ്പോസ് ദ റിലേഷൻ ഇൻ ടു 2NF എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നോക്കാം. ഓക്കെ, ഇനി 2NF കഴിഞ്ഞു, നെക്സ്റ്റ് 3NF. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. 2NF ഒന്നുകൂടി ക്ലിയർ ചെയ്ത് നോക്കാം. ഓക്കെ.